നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് സ്റ്റെഫി ജയിലിൽ ചാടിയിട്ട് ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളുമായിട്ട് ചേർന്ന് പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദിന്റെ ശത്രുക്കളൊക്കെ ഇല്ലാതാക്കണം. കിരണിനെ കല്യാണിയും ഒക്കെ അതിനിപ്പോ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും ശരി, തനിക്ക് ജീവൻ പോയാലും കുഴപ്പമില്ല, താൻ തന്റെ ഗംഗയുടെ അടുത്തേക്കാ പോകുന്നേ, അതുകൊണ്ട് തനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയായിരുന്നു സ്റ്റെഫിക്ക്. മരിക്കാനും തയ്യാറായിട്ട് അവള് നടക്കുന്നേ. പിന്നീട് ഗംഗാപ്രസാദിന്റെ കൂട്ടാളിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് തീർക്കണ്ടേ ആ കിരണിനെ കല്യാണിയും ഒക്കെയാ. പിന്നെ ലക്ഷ്മി എന്ന് പറയാ ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മോള് കാർത്തിയൊക്കെ തീർക്കണം. പിന്നെ ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയ മനോഹറിന്റെ പണി കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ നമുക്ക് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കല്യാണിന്റെയും കിരണിന്റെയും വീട്ടിലേക്ക് ചെല്ലണം. അവർ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. അപ്രതീക്ഷിതമായിട്ടൊരു ആക്രമണമാണ് വേണ്ടത്. ഗംഗയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഗംഗയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കിരണിനൊക്കെ പണി കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കൂട്ടാളികൾ ഒരുത്തൻ പറഞ്ഞു, അല്ല നമ്മളെ എങ്ങാനും പിടിക്കുവോ? കിരണിന്റെ കയ്യിൽ എങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ എടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആണുങ്ങളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. എന്റെ ഇത്രം പോലും ധൈര്യം നിനക്കൊന്നും ഇല്ലാതായി പോയല്ലോ. ഒന്നുമല്ലേലും ഗംഗയുടെ കൂടെ നടന്നിട്ടുള്ള പരിചയസമ്പന്നത നിനക്കൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടാണോ നീക്ക് ഇങ്ങനെ പറയണേ? തോറ്റോടുമല്ല ചെയ്യേണ്ടത്, നമ്മള് പോരത്തെ ജയിക്കുകയോ ചെയ്യണ്ടേ. അവരെ ഇല്ലാതാക്കിയതിന് ശേഷം മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇതിന്റെ പേരിൽ ഞാൻ ഇനി ജയിലിൽ പോയി കിടന്നോട്ടെ. ഞാൻ ഈ ജയിലിൽ ചാടിയത് പോലും എന്തിനു വേണ്ടാന്നറിയാലോ, ഗംഗയെ ഇല്ലാതാക്കിയവരെ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ അവര് വീട് കയറി ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പുതിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുകയാണ്. അതേ സമയത്ത് കമ്പനിയിലേക്ക് പോവുകയാണ് ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടെ. അങ്ങനെ കമ്പനി കുറെ ദിവസങ്ങളായിരുന്നു പോയിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞ് തിരികെ പോരാൻ തുടങ്ങുന്ന സമയം കാർത്തിക പറഞ്ഞു, അമ്മേ നമ്മൾ കാരണം ഒരു കാരണവശാലും കിരണിനും കല്യാണിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല ആ സ്റ്റെഫി എന്ന് പറയുന്നവള് ജയിലിൽ ചാടിയിരിക്കുമല്ലേ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അവൾ ഏത് നിമിഷവും ഏത് വേഷം ധരിച്ചു വരും, അറിയാലോ. ഇതിനു മുമ്പ് ഗംഗാപ്രസാദിന്റെ കൂടെ ചേർന്ന് അവള് പല വേഷവും കെട്ടി വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. എപ്പോഴും ഒരു കരുതൽ വേണമെന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, അതേ മോളെ അതാ എനിക്കും പറയാനുള്ളേ. നമുക്ക് വേണ്ടിയിട്ട് അവരെത്രമാത്രം ത്യാഗം സഹിച്ച കിരണും കല്യാണിയൊക്കെ, അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരു കാരണവശാലും അവർക്കൊരു പോറല് പറ്റാൻ പാടില്ല നമ്മൾ കാരണം. അല്ലെങ്കിൽ തന്നെ ആ രാഹുല് കാരണം കല്യാണി ഇപ്പൊ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നുള്ളൂ. ഇനി ആ ഗംഗാപ്രസാദിന്റെ കൂട്ടുകാളികള് സ്റ്റെഫിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തേലും പണി ഒപ്പിക്കുമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം കല്യാണിക്ക് വയ്യാതിരിക്കുന്ന സമയമാണ്. അത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, ഇനി എങ്ങാനും വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഷൂട്ട് ചെയ്യത്തുള്ളമ്മേ. ഗംഗാപ്രസാദിനെ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അന്ന് ഉന്നം പഴിച്ചുപോയി. പക്ഷെ ഇത്തവണ ആയിരിക്കില്ല, അങ്ങനെ ആയിരിക്കില്ല, ഉറപ്പായിട്ട് ഞാൻ പണി കൊടുക്കൂന്ന് പറഞ്ഞു. വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിരണ്ണൻ കല്യാണിയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ടാ ഞാൻ നിൽക്കണത്. ലക്ഷ്മൺ പറഞ്ഞു, അത് വേണം മോളെ. ഇപ്പം മനോഹർ കാരണം നമ്മളിപ്പോ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഗംഗാപ്രസാദ് അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നും നമുക്കൊരു വെല്ലുവിളി ആയാനും സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി ഒരു രാത്രിയെങ്കിലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നോ? കാർത്തി പറഞ്ഞു, ഇല്ലമ്മേ, അതൊരിക്കലും നടക്കുന്ന കാര്യമായിരുന്നില്ലെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇനി കിരണിന് കല്യാണിക്കൊന്നും ഒരു ആപത്തും വന്നുകൂടാ. നമ്മൾ സൂക്ഷ്മതയോടെ വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു. ഈ സമയം പ്രകാശൻ കല്യാണിന്റെ അടുത്തേക്ക് വന്നു. കല്യാണിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെന്ന് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമില്ല അച്ഛാന്ന് പറഞ്ഞു. കല്യാണിക്ക് വേദനയും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ കല്യാണി അതൊന്നും പുറമെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ചെറിയ വേദനയും വിഷമമൊക്കെ കടിച്ചമർത്തുക. വെറുതെ എപ്പോഴും എല്ലാവരും ടെൻഷൻ അടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രകാശൻ പറഞ്ഞു, വാ മോൾ ഇത്തിരി സമയം നടക്കുക, അച്ഛൻ കയ്യെ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശന്റെ കൈ പിടിച്ച് കല്യാണി കുറച്ചു ദൂരം നടക്കുന്നുണ്ട്. വീട്ടിൽ കൂടെ തന്നെ അങ്ങോട്ടും കൂടെ നടക്കണേ. പ്രകാശൻ പറഞ്ഞു, അധികം വൈകാതെ തന്നെ വിക്രം ഉണ്ടല്ലോ, അവൻ പരോളിന് ഇറങ്ങുമെന്ന് അറിയാൻ കഴിഞ്ഞേ. അവനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോളെ എനിക്കറിയാം. ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയതിന്റെ വൈരാഗ്യവും അതോടൊപ്പം തന്നെ എന്റെ മോളോടും കിരൺ മോനോടും ഒക്കെയുള്ള വൈരാഗ്യം ഒക്കെ അവന് കാണുമായിരിക്കും. അച്ഛനൊന്നും ഓർത്ത് പേടിക്കണ്ട. അവൻ വന്നാലും അവൻ എന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല മോളെ, അവനും അപകടകാരിയാണ്. ഈ പറയുന്ന ഗംഗാപ്രസാദിനെ പോലെ തന്നെയാ. സ്വന്തം ചോരയാണെന്നൊന്നും അവൻ വിചാരിക്കില്ല. അല്ല, അവനെ ഞാനല്ലേ വളർത്തി വഷളാക്കി വിട്ടത്. എന്റെ തെറ്റാ, ഞാൻ ചെയ്ത തെറ്റാ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
പെൺമക്കളെ ഒന്നിനും കൊള്ളത്തില്ല, ആൺമക്കളാണ് അവസാന കാലത്ത് തുടയെന്ന് കരുതിയിരുന്ന എനിക്കിട്ട് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നത്. ഒരിക്കലും ഒരച്ഛനമ്മോരെ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ആണാണ് നല്ലത്, പെണ്ണാണ് നല്ലത്, എല്ലാ മക്കളെ ഒരേപോലെ കാണാൻ പഠിക്കണം. അങ്ങനെ കാണാത്തതിന്റെ കുഴപ്പം എനിക്ക് സംഭവിച്ചേ. ഇപ്പൊ ഈ വയസ്സിനെക്കാലത്ത് ഞാൻ ഇന്ന് കരയേണ്ടി വരുന്നത്, അവനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്നത്. കല്യാണി പറഞ്ഞു, അച്ഛ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല മോളെ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാളെ അവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അതോടൊപ്പം തന്നെ ആ സ്റ്റെഫി എന്ന് പറയുന്നവള് ജയിലിൽ ചാടിയിരിക്കുമല്ലേ, അപ്പൊ സൂക്ഷിക്കണം. ഒരു കാരണവശാലും അവർക്ക് പിടി കൊടുക്കരുത്. ഇത്രയും നാള് ഓട്ടോ ഓടിയിട്ട് ഇനിയിപ്പം ആ ഗംഗാപ്രസാദിന് മുന്നിൽ നിന്ന് വരെ രക്ഷപ്പെട്ടു വന്നിട്ട് ആ സ്റ്റെഫിയുടെയും കൂട്ടുകാരുടെയും മുന്നിലേക്ക് പോയി പെട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മോൾക്കൊരാവത്ത് വരാൻ പോകുന്നില്ല, മോളെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അച്ഛാ അച്ഛൻ അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ വന്ന അച്ഛനൊരാവത്തും ഉണ്ടാകാൻ പാടില്ല. കല്യാണിക്ക് അതാണ് പേടി, അല്ലെങ്കിൽ തന്നെ അച്ഛന് കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പ്രകാശം പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും എനിക്ക് ജീവിച്ചിത്രോളം കാലം ജീവിക്കാനൊന്നും കഴിയില്ല മോളെ. ദീപ പോയി അന്ന് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്താണ്. ഗംഗാപ്രസാദിനെയൊക്കെ തീർത്തിട്ട് ജയിലിലേക്ക് പോവാം, അല്ലെങ്കിൽ ജീവനൊടുക്കിയാക്കാന്നൊക്കെ ഓർത്താ. പക്ഷെ നടന്നില്ല. സാരമില്ല, എന്റെ മോൾക്കൊരാപത്ത് വരുവാന്ന് ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒന്നും നോക്കത്തില്ല മോളെ. അത് സ്വന്തം മോനാണെങ്കിലും ശരി, ഞാൻ തീർത്ത് കളയത്തോളന്ന് തറപ്പിച്ച് പറയാണ് കല്യാണിയോട് പ്രകാശന്. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പം കിരണും കല്യാണിയും കൂടെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ കിരൺ കല്യാണിയോട് പറഞ്ഞു, സൂക്ഷിക്കണം എന്നാ ആ സിയയും പറഞ്ഞിരിക്കുന്നത്. കാരണം സ്റ്റെഫിയുടെ സ്വഭാവം, സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെ ജയിലിൽ ചാടുന്നൊന്നുമല്ല, പക്ഷെ സ്റ്റെഫി ജയിലിൽ ചാടിയിട്ടുണ്ട്. അത് ഗംഗാപ്രസാദിന്റെ പ്രാക്ടീസാണ്. അവൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബലത്തിലാണ് അവൾ ജയിലിൽ ചാടിയിരിക്കുന്നത്. ജയിലിൽ ചാടിയതിനർത്ഥം ഉറപ്പായിട്ടും നമ്മളെ ആരെങ്കിലുമൊക്കെ ഇല്ലാതാക്കാൻ അവൾ വരുമെന്ന, അല്ലാതെ വെറുതെ അവൾക്ക് ജയിലിൽ ചാടേണ്ട കാര്യമില്ലല്ലോ. പകരം വീട്ടാനായിരിക്കും അവളുടെ വരവ്. കല്യാണി പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല കിരണേട്ടാ, നിനക്ക് പേടിയില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല, എനിക്ക് നിന്നെ സംരക്ഷിക്കണം, നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഈ പറയുന്ന ഗംഗാപ്രസാദ് അവസാനം അടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഇടയിലേക്ക് തന്നെ വന്നില്ലേ, അവന് ഇടി ചിഞ്ചപ്പരുവാക്കിയില്ലേ, അതുപോലെ സ്റ്റെഫി ഇങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അവള് വരട്ടെ, അവളുടെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, കിരണേട്ട എന്താണെങ്കിലും ഒന്ന് കരുതിയിരുന്നോടെന്ന് പറഞ്ഞു. അവള് വരാൻ ചാൻസ് ഉണ്ട്. കിരൺ പറഞ്ഞു, അതെനിക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ മുറിയിൽ സംസാരിക്കുകയാണ്. അപ്പൊ കല്യാണിയെ ചേർത്ത് പിടിച്ച് കിരൺ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് പുറത്ത് 2-3 ബൈക്ക് വന്നു നിന്നെ. ബൈക്കിൽ നിന്ന് സ്റ്റെഫി കൂട്ടാളികൾ ഇറങ്ങുവാണ്, ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളും കൂടെ. അങ്ങനെ അവർ വന്നിട്ട് ബൈക്ക് പുറത്ത് നിർത്തിയിട്ട് മതിൽ ചാടി അകത്തേക്ക് കിടക്കുവാണ്. കാരണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റെഫിയുടെ കയ്യില് വലിയൊരു കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണി രാഹുൽ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ലല്ലോ, അപ്പൊ ഇത്തവണ പണി പാളി പോകരുത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ കൂട്ടാളികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി സ്റ്റെഫി. അതിനുശേഷം അടുക്കള വാതിലൊക്കെ കുത്തി തുറന്നിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. അപ്പൊ ഏത് മുറി എങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോ ഒരു മുറി വെട്ടം കണ്ടു. അപ്പൊ കിരണിന്റെയും കല്യാണിന്റെയും മുറിയാന്ന് സംശയം തോന്നി. കഥമൊക്കെ ചാരി ഇട്ടുണ്ടായിരുന്നുള്ളൂ, അകത്തെ കഥമൊക്കെ. അങ്ങനെ സ്റ്റെഫി അകത്തേക്ക് കയറുവാണ്. കിരണ എപ്പോഴും ഏത് നിമിഷം വേണേലും ആരെങ്കിലും അകത്തേക്ക് കയറാന്നൊരു പ്രതീക്ഷയോട് കൂട്ടാണല്ലോ കിരൺ ഇരിക്കുന്നത്. കിരണിനറിയാം സ്റ്റെഫി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെയൊക്കെ അന്വേഷിച്ച് വരുമെന്നുള്ള കാര്യം. അങ്ങനെ വിട്ടുകൊടുക്കാനും കിരൺ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് സ്റ്റെഫിയുടെ കൈ തട്ടി ഒരു ഫ്ലവർ വേസ് താഴേക്ക് പോവാണ്. ഈ സമയം ശബ്ദം കേട്ട് കിരൺ കല്യാണി പറഞ്ഞു, കല്യാണി ഒരു ശബ്ദം കേട്ടില്ലെന്ന് ചോദിച്ചു. എന്താ കിരണേട്ടാ? എന്തോ താഴെ വീഴുന്ന പോലെ. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. കിരണേട്ടാ സൂക്ഷിച്ചു വേണം, നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കിരൺ ധൈര്യപൂർവ്വം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ആരെയും കണ്ടില്ല. അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ മൂല പതുങ്ങി നീ സ്റ്റെഫിനെ കാണുന്നത്. പിന്നെ പോരെ പൊടിപൂരം, അവിടെ ഭയങ്കര അംഗമായിരുന്നു. സ്റ്റെഫി കിരണും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോഴേക്കും ബാക്കി ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളൊക്കെ വന്നു. ഒരു കാര്യം കിരണിന് ഉറപ്പായി, ഇവർ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെന്ന്. പ്രകാശൻ ആ വീട്ടിലുണ്ടായിരുന്നു. പ്രകാശൻ ആ വീട്ടിലുണ്ടെന്നുള്ള കാര്യം സ്റ്റെഫിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും പ്രകാശനായിരിക്കും ഇനിയിപ്പോ സ്റ്റെഫിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. സ്റ്റെഫി അങ്ങനെ ഗംഗാപ്രസാദിനൊപ്പം മുകളിലേക്ക് പോകത്തുള്ളൂ. പ്രകാശന് തോന്നും
താനിനിയിപ്പം അതേ കാലം ഈ ഭൂമി ജീവിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഉള്ള കാലം തന്റെ മകൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോകുന്ന അതിലേ നല്ലത്. എന്താണെങ്കിലും കിരൺ അവളെയൊക്കെ ഇടിച്ച് ഇഞ്ച പരുവാക്കി വെക്കും. ബാക്കി പ്രകാശനം നോക്കിയോളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട്ട് നിർത്തുന്നു.